പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 6 വെള്ളി. പ്രധാന വാർത്തകൾ. യുവതലമുറയെ കായിക രംഗത്തേക്ക് ആകർഷിക്കുവാനും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുവാനും ലക്ഷ്യമിട്ട് BEMB ഹാർട്സ് ബീറ്റ്സ് 17 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 20 വൈകിട്ട് 4 മണി മുതൽ അൽഹയിൽ ഈഗിൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായി ഫ്യൂച്ചർ ബീറ്റ്സിന്റെ മുട്ടിപ്പാട്ടും വനിതകളുടെ മ്യൂസിക്കൽ ചെയറും വ്യത്യസ്തമായ മറ്റു മത്സരങ്ങളും അരങ്ങേറുമെന്നും സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തലശ്ശേരിയിലെ പുരാതനമായ സ്കൂൾ ആയ BAMP പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഹാർട്സ് ബീറ്റ്സ്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് എഡിഷനിൽ പങ്കെടുക്കുന്നതിന് പ്രസാധകരുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ ക്ഷണിച്ച് സംഘാടകർ. അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി അരങ്ങേറുന്ന പുസ്തകമേളയുടെ രജിസ്ട്രേഷൻ ഈ മാസം 9 ആരംഭിക്കും. 2025 ജനുവരി 7 വരെ തുടരും. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ കൂടുതൽ പ്രസാധകരുടെ പങ്കാളിത്തത്തോടെയാകും മേളയൊരുങ്ങുക. വടക്കൻ ഷർക്കിയ ആണ് അടുത്ത തവണത്തെ അതിഥി ഗവർണറേറ്റ്. മലയാളത്തിൽ നിന്നും ഇത്തവണ കൂടുതൽ പവലിയനുകളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾ കഴിഞ്ഞ തവണ മേളയിൽ എത്തിയിരുന്നു. 100 കണക്കിന് മലയാളി വായനക്കാരാണ് ഓരോ ദിവസവും പവലിയനുകൾ സന്ദർശിച്ചിരുന്നത്. ഒരേ സമയം വേറിട്ട പരിപാടികളും പ്രദർശനങ്ങളും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ പുസ്തകമേളയുടെ ഭാഗമായി ഓരോ വർഷവും ഉണ്ടാകാറുണ്ട്. രുചിവൈവിധ്യങ്ങളുടെ ലോകം തുറന്ന് മസ്കത്ത് ഈറ്റ്. ഭക്ഷ്യമേളയുടെ പുതിയ പതിപ്പിന് സീബിലുള്ള ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ തുടക്കമായി. ശനിയാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ വേറിട്ട രുചിക്കൂട്ടുകൾ അടുത്തറിയാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ. മേളയിൽ നിരവധി വിനോദ പരിപാടികളും അരങ്ങേറും. കൂടാതെ വിവിധ പ്രാദേശികവും അന്തർദേശീയവുമായ പാചകരീതികൾ അവതരിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകരുടെ പങ്കാളിത്തവും മേളയിലുണ്ടാകും. ഗുറം നാച്ചുറൽ പാർക്ക് താൽക്കാലികമായി അടച്ചതായി മസ്കത്ത് നഗരസഭ അറിയിച്ചു. വരാനിരിക്കുന്ന മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന് മുന്നൊരുക്കങ്ങൾക്കായാണ് പാർക്ക് അടച്ചിടുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സന്ദർശകരെ ഉടൻ തന്നെ വീണ്ടും സ്വാഗതം ചെയ്യുമെന്നും നഗരസഭ എക്സിൽ അറിയിച്ചു. ഒമാനിലെ ഏറ്റവും വലിയ ഉത്സവരാവുകൾക്ക് നഗരം ഒരുങ്ങുകയാണ്. ഗുറം നാച്ചുറൽ പാർക്കിന് പുറമെ ആമിറാത്ത് പാർക്ക്, നസീം പാർക്ക്, ഓട്ടോമൊബൈൽ അസോസിയേഷൻ, സൂർ അൽ ഹദീദ് ബീച്ച്, വാദി അൽ ഖൂദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയാണ് ഫെസ്റ്റിവൽ വേദികൾ. ഈ മാസം 23 ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി 21 വരെ തുടരും. ഫെസ്റ്റിവലിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്തിടെ മസ്കത്ത് നഗരസഭ പുറത്തുവിട്ടിരുന്നു. ഓരോ വേദികളിലുമായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. ഓപ്പൺ തിയേറ്റർ, കുട്ടികളുടെ തിയേറ്റർ, വിനോദ കലാകേന്ദ്രം, നാടോടി നൃത്ത കേന്ദ്രം തുടങ്ങി വ്യത്യസ്തത നിറഞ്ഞ കാഴ്ചകൾ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മറ്റു വേദികളിലും വരും ദിവസങ്ങളിലും പ്രവേശനം ഭാഗികമായി നിയന്ത്രിച്ചേക്കും. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഇനി സ്ലോവേനിയയിലെ അംബാസിഡറാകും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. അതേസമയം ഒമാനിലെ പുതിയ അംബാസിഡറുടെ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയായിരിക്കെ 2021 ഒക്ടോബറിലാണ് അമിത് നാരംഗ് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേറ്റത്. 2001 ബാച്ചിലാണ് അമിത് നാരംഗ് ഇന്ത്യൻ ഫോറിൻ സർവീസ് പൂർത്തിയാക്കിയത്. 3 വർഷക്കാലം മികച്ച സേവനം കാഴ്ചവെക്കുകയും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്താണ് അമിത് നാരംഗ് മടങ്ങുന്നത്. കോവിഡ് കാലത്തുൾപ്പെടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മികച്ച ഇടപെടൽ നടത്തിയും ശ്രദ്ധേയനായി. ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അംബാസിഡർ കൂടിയായിരുന്നു അമിത് നാരംഗ്. പ്രവാസികളുടെ കണ്ണു തള്ളിച്ച് വിനിമയ നിരക്ക്. ചരിത്രത്തിൽ ഇന്നുവരെ ലഭിക്കാത്ത വിനിമയ നിരക്കാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളും വിവിധ മണി ട്രാൻസ്ഫർ ആപ്പുകളും ഉപഭോക്താക്കൾക്ക് നൽകിയത്. ഒരു ഒമാനി റിയാലിന് ആപ്പുകളിൽ 220 രൂപയ്ക്ക് മുകളിൽ ലഭിച്ചപ്പോൾ മണി എക്സ്ചേഞ്ചുകൾ വഴി പണം അയച്ചവർക്ക് ലഭിച്ചത് 219.70 രൂപയാണ്.
പൊതുവെ താഴേക്ക് പതിക്കുകയായിരുന്ന ഇന്ത്യൻ രൂപയെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം കൂടുതൽ താഴ്ചയിലേക്ക് വീഴ്ത്തുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഡോളറിന്റെ മൂല്യം കുത്തനെ ഉയർന്നതോടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് തകർച്ചയിലേക്ക് വീഴുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ കോളടിച്ചത് പ്രവാസികൾക്കാണ്. അവസരം അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാർ. ഇതോടെ ഇന്ത്യയിലേക്ക് കോടികൾ തന്നെ പ്രവാസികളുടെ പണമായി എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ. രൂപയുടെ മൂല്യത്തിൽ ഇനിയും കുറവുണ്ടായാൽ ഈ പ്രവണത ഇനിയും ശക്തമാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. രൂപയുടെ മൂല്യ തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നിക്ഷേപം മാറ്റുന്നതും തിരിച്ചടിയായി. ഇതിനു പുറമെ യുഎസ് ഫെഡറൽ റിസർവ് പ്രഖ്യാപിച്ച ഉയർന്ന പലിശ നിരക്ക് ഡോളറിൽ നിക്ഷേപിക്കുന്നതിന് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന്റെ വളർച്ചാ നിരക്കിലെ ഇടിവ്, പണപ്പെരുപ്പം എന്നിവ ഓഹരി വിപണിയെ സ്വാധീനിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ ബുൾറൺ ഉണ്ടായിരുന്നു. ഇതിനിടെ പണപ്പെരുപ്പം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നതോടെ നിക്ഷേപകർ ഓഹരികൾ വിറ്റ് ലാഭമെടുത്തു തുടങ്ങി. ഇതിനു പുറമെ ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചിക 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 6.2% ഉയർന്നു. ഇതോടെ RBI പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയുണ്ടായി. ഇതും ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഹിമാം ട്രെയിൽ റൺ റേസിന്റെ 5ാം പതിപ്പിന് ദാഖിലിയ ഗവർണറേറ്റിൽ വർണ്ണാഭമായ തുടക്കം. ആദ്യ ദിനം 110 കിലോമീറ്റർ ഓട്ടം മിസ്വത്ത് അൽ അബ്രൈൻ വില്ലേജിലൂടെ കടന്നുപോയി. 2ാം ദിനമായ ഇന്ന് 55 കിലോമീറ്ററാണ് മത്സരം. ഇസ്കിയിലെ ഇംതി പുരാവസ്തു കേന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കും. 3ാം ഘട്ടത്തിൽ 20 കിലോമീറ്റർ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ. 4 വിലായത്തുകളായി അരങ്ങേറുന്ന റൺ റേസ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രാലയവും ദാഖിലിയ ഗവർണറേറ്റും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ൽ പരം പ്രൊഫഷണൽ ഓട്ടക്കാരുടെ പങ്കാളിത്തം ഇത്തവണ റൺ റേസിനെ വിശേഷപ്പെട്ടതാക്കുന്നു. അനുബന്ധ മത്സരങ്ങളും മറ്റുമായി കുട്ടികളും മുതിർന്നവരുമടക്കം ആകെ 4000 പേർ പങ്കാളികളാകും. ഗവർണറേറ്റിലെ തന്നെ ഏറെ വെല്ലുവിളി നിറഞ്ഞ പാതകളിലൂടെയുള്ള റേസുകൾക്ക് ആവേശം പകരാൻ 100 കണക്കിന് പേരാണ് ഇന്നലെ എത്തിയത്. നിസ്വ, ഇസ്കി, അൽഹംറ, ജബൽ അക്തർ പാതകളിലൂടെയാണ് റേസ് കടന്നുപോകുന്നത്. താഴ്വരകൾ, മലകൾ, കൃഷിഭൂമികൾ എന്നിവയെ സംയോജിപ്പിക്കുന്ന അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലൂടെയും മത്സര ഓട്ടം നടക്കും. ഓരോ ദിവസത്തെയും വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.